വർഷമായി അധികാരത്തിലിരിക്കുന്ന കഴിഞ്ഞ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വന്നപ്പോൾ രാജ്യത്തിന്റെ കർഷക തൊഴിലാളികളും വളരെ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുകയാണ്. സർഫാസി എന്ന കരിനിയമത്തിലൂടെ ഈ രാജ്യത്തെ ജനങ്ങളെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള സാമ്പത്തിക അടിയന്തരാവസ്ഥയിലൂടെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടുകളാണ് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ. ഈ നയങ്ങളെ തിരുത്തുക എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ ഉത്തമമായ കടമ. ഇന്ന് തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തിയിരിക്കുന്ന ജോസഫ് വിജിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേറിയിരിക്കുന്ന ഗവൺമെന്റ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഗവൺമെന്റാണ്. അടിസ്ഥാന വികസന സൌകര്യ മേഖലകളിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഗവൺമെന്റാണ്. അത്തരത്തിലുള്ള ജനങ്ങളെ സാധാരണക്കാരന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തിന് അങ്ങേയറ്റം മാതൃകകരമായ ഗവൺമെന്റാണ്. 6 പതിറ്റാണ്ട് കാലം തമിഴ്നാട് ഭരിച്ച ദ്രാവിഡ പാർട്ടികളെയെല്ലാം തന്നെ നിലംപരിശാക്കിക്കൊണ്ട് മതനിരപേക്ഷ നിലപാടുമായി മുന്നോട്ട് വന്ന തമിഴ് വെട്രിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ന് തമിഴ്നാട്ടിലേക്ക് മാത്രമല്ല അതിന്റെ പൊതുവികാരം രാജ്യം മുഴുവനും ലോകം മുഴുവനും അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ കോൺഫെഡറേഷൻ യോഗമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ ഈ കോൺഫെഡറേഷൻ യോഗത്തിലൂടെ എത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ 140 നിയോജക മണ്ഡലങ്ങളിലും ഈ കോൺഫെഡറേഷന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. ഇടത് വലത് സംഘപരിവാർ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ഒരു പാർട്ടിയുടെയും ഒരു മുന്നണിക്ക് മുന്നിലും ആദർശം വെക്കാത്ത രാഷ്ട്രീയം, ജോസഫ് ജി ഉയർത്തിപ്പിടിക്കുന്ന വികസന രാഷ്ട്രീയം കേരളത്തിൽ നടപ്പിലാക്കണമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കേരളത്തിന്റെ 140 നിയോജക മണ്ഡലങ്ങളിലും വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും ശക്തമായ ഒരു രാഷ്ട്രീയ അടിത്തറ, മുന്നണി രാഷ്ട്രീയ അടിത്തറ കെട്ടിപ്പടുത്തുയർത്തുക എന്നുള്ളതാണ് ഒരു ജനകീയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ ഈ മുന്നണിയുടെ ഉദ്ദേശ ലക്ഷ്യം. കേരള വെട്രിക്കഴകവും ജനശക്തി കോൺഗ്രസും ചേർന്നുകൊണ്ടുള്ള ഈ മുന്നണി കേരളത്തിന്റെ ഐക്യവും അഖണ്ഡതയും കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം നിൽക്കുന്ന ഒരു മുന്നണിയായി വളർന്നു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നടത്തുന്നു.